നമസ്കാരം, എൻ്റെ പേര് രാഹുൽ എന്നാണ്. ഞാൻ IPL ബയോളജിക്കൽസ് എന്ന് വരുന്നു. ഇത് നമുക്ക് ഏകദേശം നവംബർ ഡിസംബർ മാസമാണ്. ഈ മാസത്തിലാണ് നമുക്ക് പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക, നമ്മളുടെ കാഷ്യൂനട്ട് അതായത് കശുവണ്ടി നമുക്ക് നന്നായിട്ട് പൂത്ത് കിട്ടുക. ഈ ടൈമിൽ നമ്മളുടെ കശുവണ്ടിയിലകത്ത് ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ് ഈ കാണുന്ന നമ്മളുടെ റെഡ് ഡാഫിഡ്സ് എന്ന് പറയുന്നത്. റെഡ് ഡാഫിഡ്സ് എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ നമ്മളുടെ വരുന്നൊരു എന്താ പറയുക, ചെറിയൊരു നീരൂറ്റി കുടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ്. ഈ ജീവി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഇതിനെയൊക്കെ കൊണ്ടുവെക്കുക എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ഉറുമ്പുകളാണ്. ഉറുമ്പുകൾ ഇവന്മാരെ കടിച്ച് ഒക്കെ കൊണ്ടുവെക്കും. ഇവന്മാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പൂക്കുന്ന ഈ ഒരു ടൈമിനകത്ത് ഈ ഒരു സ്ഥലത്ത് കുറച്ച് ടെൻഡറായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ ടൈമിൽ നമുക്ക് നന്നായിട്ട് നീരൂറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ നീരൂറ്റി കുടിച്ചിട്ട് ഇത് മൊത്തം എന്താ പറയുക, നമുക്ക് നശിച്ചു പോവുകയാണ് ചെയ്യുക, മൊത്തമായിട്ട് വാടി പോവുകയാണ് നമുക്ക് ചെയ്യുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്ക് ഈ കാണുന്ന പൂവിൻ്റെ ഈ ഒരു ഇൻഫ്ലോറൻസസ് മൊത്തം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെടുന്ന ഇൻഫ്ലോറൻസസിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധാരണ ഇതിൽ കൊടുക്കുന്ന ലാംഡ സൈഹോത്രിൻ കൊടുക്കും, അതേപോലെ തന്നെ പ്രൊഫിനോഫോസ് കൊടുക്കും, അതേപോലെ തന്നെ തൈമത്തോക്സിൻ കൊടുക്കും. ഇങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇവന്മാരെ കൺട്രോൾ ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. ഇതൊരു 7 മുതൽ 10 ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്താൽ പറ്റും. പക്ഷേ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ കൂടെ നമുക്ക് ഒന്നിക്കെ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ വെട്ടിസീല ലക്കാനീനെ നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ അതൊരു ഫംഗിയാണ്, മിത്ര ഫംഗിയാണ്. അതിനെ ചേർത്ത് കഴിഞ്ഞാൽ ഇവന്മാരുടെ എല്ലാ പ്രശ്നവും പെട്ടെന്ന് നമുക്ക് ക്യൂറാകാൻ പറ്റും, തിരിച്ചു വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഫാറ്റി ആസിഡ്സ് കൂടെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെർട്ടിസീലിയൻ ലക്കാനി പോലുള്ള ഫംഗയ്ക്ക് കുറച്ചും കൂടി പവറിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇതേപോലെയുള്ള അടുത്ത എന്തെങ്കിലും നീരൂറ്റുന്ന സാധനങ്ങളുണ്ടെങ്കിൽ ഇവന്മാരെ കൂടെ ബിവേറിയ ബേസിയാന നമുക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് വരുന്ന ചെറിയ പുഴുക്കൾ, അതേപോലെ തന്നെ നമ്മുടെ മോസ്കിറ്റോ ബഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലത്തിനൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബിവേറിയ ബേസിയാന, വരുണാസ്ത, അതിൻ്റെ കൂടെ ഫാറ്റി ആസിഡ്സ്, ഈ ഒരു സാധനം ബയോളജിക്കലി നമുക്ക് ഈ 3 എണ്ണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ കിട്ടാൻ പറ്റും. നമ്മൾ മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതല്ല വന്നതിന് ശേഷം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ്, നേരത്തെ പറഞ്ഞ ലാംഡ സൈഹോത്രിനോ അതേപോലെ തന്നെ പ്രൊഫിനോഫോസോ അല്ലെങ്കിൽ തൈമത്തോക്സിനോ ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ അകത്ത് നമുക്ക് മുറിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇവനെ നമുക്ക് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വിടാൻ പാടില്ല. മോസ്കിറ്റോ ബഗ് മാത്രമല്ല, നമ്മുടെ കാഷ്യൂവിൻ്റെ പൂ കരിയെ ഇവനും കാരണമാവാറുണ്ട്. അപ്പോൾ ഇവന്മാരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ മാനേജ് ചെയ്ത് പോയാൽ നന്നായിരിക്കും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ഇതിലും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.